പിന്നെ ശ്രീ വിനോദും ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ശ്രീ മനാഫ്, അങ്ങേയറ്റം ഗുരുതരമാകുന്ന ആരോപണങ്ങളാണ് താങ്കൾക്കെതിരെ ഈ ചർച്ചയുടെ ഭാഗമായി ബി.ജെ.പി. നേതാവ് കൂടിയായ ശ്രീകാന്ത് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് താങ്കളും താങ്കളുടെ തന്നെ ഒപ്പമുള്ള ഷമീറും ചേർന്നുകൊണ്ട് തെറ്റായ വിവരങ്ങൾ അടക്കമാണ് മാധ്യമങ്ങൾക്ക് അടക്കം പങ്കുവച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് അനീഷ് ജോയിയെ അടക്കം ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ തെറ്റായ വിവരങ്ങൾ നൽകി അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്തിനായിരുന്നു ആ വിവരങ്ങൾ അങ്ങനെ തെറ്റായി അവതരിപ്പിച്ചത് എന്നും അവർ സംശയം പ്രകടിപ്പിക്കുന്നു. ഞാൻ അതിന്റെ മുമ്പേ ഒരു കാര്യം ചോദിക്കാനുള്ളത്, അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ അമ്പലം തകർക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ എത്ര അമ്പലം തകർത്തിട്ടുണ്ട്? എന്റെ ജോലി എന്താ, അമ്പലം തകർക്കലാണോ? എന്താണ് നിങ്ങൾ ഇവിടെ ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നത്? അമ്പലങ്ങൾ തകർക്കലാണോ ഉദ്ദേശം? ഒരാൾ ഇവിടെ വന്നിട്ട് പറയാണ്, ഞാൻ 100-ൽ പരം മൃതശരീരങ്ങൾ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്, അത് ഇന്ന ആളുകൾ പറഞ്ഞിട്ടാണ് കുഴിച്ചിട്ടത്, അതില് മലയാളി സ്ത്രീകളടക്കം ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് ഇത് കേട്ടിട്ട് മിണ്ടാതെക്കണം എന്നാണോ പറയുന്നത്? അതിനെപ്പറ്റി അന്വേഷണം നടത്തണം, ആ അന്വേഷണത്തിന്റെ സത്യസന്ധമായ വിവരം പുറത്തു വരണം. ഇതുവരെ എവിടെയെങ്കിലും SIT ഏതെങ്കിലും രൂപത്തില് ആർക്കെങ്കിലും ഒരു ഓപ്പൺ വെല്ലുവിളിയാണ്, SITന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ആർക്കെങ്കിലും കിട്ടിയതായിട്ട് പറയാൻ പറ്റുമോ? വെറുതെ നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ഉള്ള സമൂഹത്തിന്റെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കാനും ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് മാത്രം ഉപകരിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ളത്. ഒരു വിഷയത്തില് SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ വിഷയത്തിന്റെ ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും SITന്റെ ഭാഗത്തു നിന്നോ മറ്റെവിടുന്നോ വന്നിട്ടില്ല. കർണാടക ഗവൺമെന്റ് ഈ വിഷയത്തിൽ കർണാടക ആഭ്യന്തരമന്ത്രി എന്താണ് പറഞ്ഞത്? വിധാൻ സൗദയിൽ വെച്ചിട്ട് പറഞ്ഞത് 2 സ്ഥലത്തു നിന്ന് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഒരു പൂർണ്ണ രൂപത്തിലുള്ള മൃതദേഹം കിട്ടിയിട്ടുണ്ട്, മറ്റൊന്ന് ഈ വിഷയത്തിൽ ഒരുപാട് അസ്ഥി അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കർണാടക ആഭ്യന്തരമന്ത്രി. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അന്വേഷിക്കേണ്ടത് ആരാണ്? SIT ആണ്. അതെ, പക്ഷേ ശ്രീ മനാഫ്, ഇതേ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തത് വ്യാജമായ വിവരങ്ങളും തെറ്റായ വിവരങ്ങളും പങ്കുവച്ചു എന്ന അടിസ്ഥാനത്തിലാണല്ലോ. ഒപ്പം ഈ ഷമീർ എന്ന ആളടക്കം അറസ്റ്റിലാകുമെന്നാണ് ബി.ജെ.പി. നേതാവായ ശ്രീകാന്ത് പറയുന്നത്. വ്യാജ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുചീകരണ തൊഴിലാളിനെ അറസ്റ്റ് ചെയ്തതെന്ന് ആരാ പറയുന്നത്? ഇത് എവിടെങ്കിലും SIT അതിനൊരു പത്രസമ്മേളനമോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞോ? ആദ്യം തന്നെ ഇതിന്റെ ബേസിക് തന്നെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്ല, ശുചീകരണ തൊഴിലാളി അറസ്റ്റിലായിട്ടുണ്ടോ മനാഫ്? ശുചീകരണ തൊഴിലാളി ഏത് രൂപത്തിലാണ് ഇത് നടക്കുന്നത്? എല്ലാം ഒരു 4 ദിവസം മുന്നത്തെ കഥയാണ്. മഹേഷ് ഷെട്ടി തിമരോടി എന്ന് പറഞ്ഞ ആളുടെ സംരക്ഷണത്തിലായിരുന്നു ആര്? ഈ ശുചീകരണ തൊഴിലാളി. അത് SITയുടെ സമ്മതപ്രകാരമാണ് വൈകുന്നേരം ഇദ്ദേഹത്തിന്റെ സംരക്ഷണം ഈ മഹേഷ് ഷെട്ടിന്റെ കൈകളിലുള്ളത്. ഇതേമാതിരി തന്നെ ഈ സുജാത ഭട്ടിന്റെ ഒക്കെ സംരക്ഷണം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വേറെ ഏതോ കേസിന് കർണാടകയിലുള്ള ഒരു RSSന്റെ നേതാവിനെ എന്തോ പറഞ്ഞതിന്റെ പേരിലുള്ള ഒരു കേസിനാണ് ഈ മഹേഷ് ഷെട്ടി എന്ന് പറഞ്ഞ ആള് അറസ്റ്റ് ആവുന്നത്. അല്ലാതെ ഈ ഗൂഢാലോചനന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ആവുന്നതല്ല. ഇത് വേറൊരു കേസിനാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താക്കുകയാണ്, ഈ ഒരു സന്ദർഭം മുതലെടുത്തിട്ട് കുറച്ച് ആളുകൾ മാധ്യമപ്രവർത്തകർ വന്നിട്ട് ഈ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോകണു വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ബലമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ ആ അമ്മ, ഒരുപാട് പ്രായമുള്ള 10-70 വയസ്സുള്ള ആ അമ്മനെ കൊണ്ട് എന്താക്കുകയാണ്, ഇവര് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഇറക്കുകയാണ്. ശരി, അവിടെ മനാഫ്, ഞാൻ ഒന്നുകൂടി ഇടപെട്ട് ഷാർപ്പായി ചോദിക്കുന്നത്, താങ്കൾ പറയുന്നത് ശുചീകരണ തൊഴിലാളിയുടെയും അറസ്റ്റ് ഒഫീഷ്യലായി രേഖപ്പെടുത്തുകയോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണോ? അല്ല, അതിലേക്കാ വരുന്നത്. ഇത് എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് അതിലേക്കാണ്. റൈറ്റ്. ഇത് എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമ്മനെ ഭീഷണിപ്പെടുത്തിയത് എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങളെ സംരക്ഷിക്കേണ്ട ആള് തന്നെ ഇന്ന് ജയിലിലാണ്, അതുപോലെ തന്നെ ഇനി അടുത്ത കാലത്തൊന്നും അദ്ദേഹം ജയിലിൽ നിന്ന് മോചിതനാവാൻ പോണില്ല. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇനി നിങ്ങൾക്ക് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ മാതിരി പറയണം എന്നുള്ളത് പറഞ്ഞത് പ്രകാരമാണ് ആ അമ്മ എന്നെ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേറൊരു വീഡിയോ ഇട്ട് ഈ കാറിൽ വെച്ച് ഇവരെ ഇന്റർവ്യൂ ചെയ്ത വീഡിയോ മാത്രമാണ് ഇവിടെ പുറത്ത് സംസാരത്തിലുള്ളത്.
അത് കഴിഞ്ഞതിന് ശേഷം ഈ അമ്മ എന്നെ പറയുന്നുണ്ട്, ഇന്നെ കാറിൽ വെച്ച് ബലമായി ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവർ ഈ വീഡിയോ എടുത്തത്. അനന്യ ഭട്ട് എന്ന് പറഞ്ഞ ഒരു മകളില്ല എന്നൊക്കെ പറയേണ്ടി വന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. വാട്ട് എവർ, ആ സ്ത്രീ, ആ അമ്മ അവരുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവര് കളവ് പറയുന്നുണ്ടെങ്കിൽ അവരെ പിന്നിൽ ആരുണ്ടെങ്കിൽ അത് അവിടെ ഞാൻ ഒന്നുകൂടി ഇടപെട്ട് പറയുന്നത്, ഇതിനു മുമ്പ് ഈ ചർച്ചയുടെ ഭാഗമായി ശ്രീകാന്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. മനാഫ് തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നല്ലോ, ഈ സുജാത ഭട്ട് താങ്കളുടെ പരിചയത്തിലുണ്ട്, താങ്കളുടെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ താങ്കളുമായി ബന്ധപ്പെട്ട ഇടത്തുണ്ട്, അതുകൊണ്ട് പിന്നീട് എങ്ങനെയാണ് ഇത് ഈ സുജാത ഭട്ടിന് അങ്ങനെ ഒരു മകളില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ഇപ്പോൾ സുജാത ഭട്ടിന് അങ്ങനെ ഒരു മകൾ ഉണ്ടായിരുന്നോ? അനന്യ എന്നൊരു മകൾ ഉണ്ടായിരുന്നോ? അവർ പഠിച്ചിരുന്നോ? ഇത്തരം കാര്യങ്ങളൊക്കെ ശേഖരിക്കുക എളുപ്പമല്ലേ? അപ്പോൾ ഇപ്പോൾ മനാഫ് എന്താണ് പറയുന്നത്? അങ്ങനെ ഒരു മകൾ ഉണ്ട് എന്ന് തന്നെയാണോ? ഇവരൊക്കെ വെറും ജനൻ ടി വി മാത്രം കാണുന്നതിനോടുള്ള ആ ഒരു ബുദ്ധി മാത്രമേ ഇവർക്ക് ഉണ്ടാവുള്ളൂ. ഈ ജനൻ ടി വിയിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ജനൻ ടി വിന്റെ ചർച്ചയിൽ നിരന്തരമായിട്ട് സുജാത ഭട്ട് എവിടെ എന്ന് ചോദിച്ചിട്ട് ഇവര് ആക്രോശിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ അണ്ടറിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഓൾറെഡി ഈ ഒരു കേസിലെ ഏറ്റവും വലിയ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു വിക്ടിമാണ് ഈ സുജാത ഭട്ട് എന്ന് പറയുന്നത്. ഈ സുജാത ഭട്ടിന് അങ്ങനെ ഒരു മകൾ ഉണ്ടോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ SIT ആണ് തീരുമാനിക്കേണ്ടത്. പ്രധാനപ്പെട്ട ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിനെ നിരന്തരമായിട്ട് അങ്ങനെയുള്ള ഒരാളെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടാവും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊരു അമ്മയാണ്, ഒരു പ്രായമുള്ള സ്ത്രീയാണ്, അവർക്ക് ഓൾറെഡി ജീവന് ഭീഷണി ഉള്ളതാണ്. ആ സമയത്ത് ഞാൻ അത് എന്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു, അല്ലെ എന്റെ അണ്ടറിൽ ഉണ്ട് എന്ന് പറഞ്ഞു, അത് ഞാൻ അവരെ സംരക്ഷിക്കേണ്ടത് അത് എന്റെ ഒരു മൗലിക ചുമതലയാണ്. അത് ഞാൻ ആർക്കും ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അവരിന്റെ അണ്ടറിലല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ ഉള്ളത് എവിടാണ്, അവരുള്ളത് എവിടാണെന്നുള്ളത്. ഇവര് നിരന്തരം ഇന്നെ പ്രൊവോക്ക് ചെയ്തിട്ട് എന്താക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിനെ വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോവാണ്. അവരെ സംരക്ഷിക്കേണ്ടത് ഈ സമൂഹത്തിലെ എല്ലാവരുടെയും ബാധ്യതയാണ്. അവരുടെ ജീവന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പ്രായമുള്ള ഒരു അമ്മന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിന് എല്ലാവരും ഉത്തരം പറയേണ്ടി വരും ഈ സമൂഹം. അപ്പൊ എന്താ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എന്താ പറയാ, ഇത്രയും വലിയ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഇപ്പൊ അവിടുന്ന് 2-3 പോയിന്റിന്ന് അസ്ഥികൂടങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിന്റെ പരിശോധന കഴിയുമ്പോൾ ഈ അസ്ഥികൂടങ്ങൾ ആരുടേതാണെന്നൊന്ന് മാച്ച് ചെയ്യാൻ സമയത്ത് DNA മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ആദ്യത്തെ ആള് ഈ സുജാത ഭട്ടാണ്. ഈ സുജാത ഭട്ടിനെ ഇവര് തീർക്കണോട് കൂടിയിട്ട് ഈ കേസിന്റെ ഒരു വലിയൊരു ഭാഗം പോകും. അതേമാതിരി തന്നെ ഏറ്റവും കൂടുതൽ ആര് തീർക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? ആരാണ് സുജാത ഭട്ടിനെ പോലെയുള്ളവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? സൗജന്യ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഒരുപാട് സാക്ഷികൾ ഉണ്ടായിരുന്നു. സൗജന്യ കൊലപാതകത്തിലുള്ള ഒരു സാക്ഷി പോലും നിങ്ങൾ അന്വേഷിച്ചാൽ മതി ഇന്ന് ജീവനോടില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ ഏതോ ഒരു വലിയ ശക്തി കളിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത് ഇത്രയും പ്രമാദമായ കേസിൽ ഏറ്റവും വിലപ്പെട്ട സാക്ഷികൾ എന്ത് പ്രമാദം? നിങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കറ പൊളിഞ്ഞു, അത്രയേ ഉള്ളൂ മനാഫെ. അതെങ്കിൽ സമ്മതിക്ക്, മാപ്പ് പറ. മാന്യത കാണിക്കണോ? ഞാൻ സംസാരിക്കുന്ന അത് താൻ പഠിപ്പിക്കണ്ട, അത് മനാഫ് പഠിപ്പിക്കണ്ട. എന്റെ മാന്യത ഒന്നും താൻ പഠിപ്പിക്കണ്ട കേട്ടോ. അത് വേണ്ട, മാന്യത ഒന്നും പഠിപ്പിക്കണ്ട ഇങ്ങോട്ട് കേട്ടോ. അല്ല, മാന്യത അതിന് നിയന്ത്രിക്കാൻ എല്ലാം നിങ്ങൾ പറയുന്നത് കേട്ട് നിൽക്കാനേ ഇത് ചർച്ചയാണ്. അപ്പൊ ശരി, മനാഫ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. ശ്രീകാന്ത്, മനാഫ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. റൈറ്റ്, ശരി സാർ. ഇത് ജനൻ TV ചാനലല്ല, ഇത് ന്യൂസ് 18 ആ. അപ്പൊ ശരി, നമ്മൾ എന്തായാലും മനാഫ് പറഞ്ഞു പൂർത്തീകരിക്കൂ. അതായത് ഏറ്റവും കൂടുതൽ സംരക്ഷണം ആവശ്യമുള്ള ആളാണ് ഈ ശുചീകരണ തൊഴിലാളി. ഇദ്ദേഹത്തിന്റെ സംരക്ഷണം ഇത്രയും കാലം ഏറ്റെടുത്തിരുന്നത് ഈ മഹേഷ് ഷെട്ടി തിമ്രോടി എന്ന് പറഞ്ഞ ആളായിരുന്നു. മഹേഷ് ഷെട്ടി തിമ്രോടി അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ എന്താ പറയാ തകിടം മറിയണത്. ശരി. പിന്നെ രണ്ടാമത്തെ വിഷയം, ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല ഈ ശുചീകരണ തൊഴിലാളി ഒരു തരത്തിലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അദ്ദേഹം ഇതിലെ കൂട്ടുപ്രതിയാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഓൾറെഡി പകൽ മുഴുവൻ ഒരു 18 മണിക്കൂറോളം SITന്റെ അണ്ടറിൽ തന്നെയാണ് ഈ ശുചീകരണ തൊഴിലാളി ഉണ്ടായിരുന്നത്. ഇപ്പം പൂർണ്ണമായിട്ടും. അപ്പോൾ അയാൾ കൂട്ടുപ്രതി എന്ന നിലയിൽ അറസ്റ്റിലായി എന്നാണോ താങ്കൾ ഈ പറയുന്നത്?
അല്ല, അയാൾ ഓൾറെഡി കൂട്ടുപ്രതിയാണ്. അയാൾ അറസ്റ്റ് ആയതിന്റെ പിന്നിൽ മറ്റു പല കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് SIT ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്താ കാരണം എന്നുള്ളത്. ഇവിടെയുള്ള ആളുകളുടെ ഊഹാപോഹങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ട്. അതായത് ഈ അനീഷ് ജോയി അടക്കമുള്ളവരെ എത്തിച്ചത് താങ്കളും ഷബീറും ഒക്കെ ചേർന്നുകൊണ്ടാണ് എന്ന ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് ശ്രീകാന്ത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അനീഷ് ജോയിക്ക് എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചർച്ചയിൽ കുറച്ച് നേരം പോയി എത്താന്. അല്ല, അനീഷ് ജോയി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പിതാവിനെ കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നല്ലോ. ഓക്കെ, അതെന്താ അദ്ദേഹത്തിന് പറയാനുള്ള അധികാരമില്ലേ അനീഷ് ജോയിക്ക്? അതൊന്നും ഒരു അടിസ്ഥാനപരമായ വിവരങ്ങളുടെ പശ്ചാത്തലത്തിലല്ല എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. ആര് പറഞ്ഞു? ഈ സമയം വരെ അനീഷ് ജോയിനെ ഒരു അതോറിറ്റിയും അന്വേഷിച്ചിട്ടില്ല. അനീഷ് ജോയിന് പരാതി കൊടുത്തു വെച്ചിട്ടുണ്ട് എന്നല്ലാതെ ഈ സമയം വരെ ആയിട്ടും അനീഷ് ജോയിനെ ആരെങ്കിലും വിളിച്ച് ഇതിനെ പറ്റിയിട്ട് ഒരു പോലീസ് എൻക്വയറി നടക്കുക വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ. ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പല ആളുകളും ഇപ്പോഴും SITയിലും മറ്റു പോലീസ് സ്റ്റേഷനുകളിലും പരാതി കൊടുത്തിട്ട് കാത്തു നിൽക്കുകയാണ് ഊഴത്തിനും വേണ്ടിയിട്ട്. ഇത്രയും ദിവസം SIT ചെയ്തത് മണ്ണ് കുഴിക്കൽ മാത്രമായിരുന്നു. പക്ഷെ ഇനി മുതൽക്ക് അങ്ങോട്ട് പല കാര്യങ്ങളും അന്വേഷിക്കാൻ തുടങ്ങുന്നുണ്ട്. അതിൽ ബേജാറായിട്ട് മതം കലർത്തിയിട്ട് ഈ വിഷയത്തെ എന്താക്കരുത്, ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോകരുത്. ശരി, ഒപ്പം ഒരു കാര്യം കൂടി മനാഫ്, അതായത് ശ്രീകാന്ത് പറഞ്ഞത്, ശ്രീകാന്തും അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വറും ഒക്കെ പറയുന്നത് 100 മൃതദേഹങ്ങൾ എന്നാണല്ലോ പറഞ്ഞത്. അതിൽ 10 പോലും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിലൊരു അവിശ്വസനീയതയുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു വിഷയത്തില് ഈ ശുചീകരണ തൊഴിലാളി 70ഓളം സ്ഥലങ്ങളാണ് കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ മറ്റു മാധ്യമങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞ വിഷയമാണ്. ഇപ്പം അതേ ശുചീകരണ തൊഴിലാളി ഒരു മാസ്കും ഇടാതെ ഇപ്പം പല ചാനലുകളിലും ഇന്റർവ്യൂ കൊടുത്തത് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വിഷയത്തിൽ ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. ഇതും ഞാൻ ഇതിന്റെ മുന്നേ തന്നെ പറയുന്നുണ്ട്, മാസങ്ങളോ വർഷങ്ങളോ എടുക്കുന്ന ഒരു അന്വേഷണമാണ്. അതിന് ഇപ്പോഴേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു കാര്യം കൂടി സാർ മനസ്സിലാക്കേണ്ടത് എന്താ പറഞ്ഞാൽ, 40 കൊല്ലത്തെ മുന്നേ മുതൽക്കുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വലിയൊരു വിഷയമാണിത്. ഈ വിഷയത്തിന് ഒരു 16 ദിവസം കൊണ്ട് തീർക്കാന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന വിഷയമാണോ? നമ്മളെല്ലാവരും സാമാന്യ ബുദ്ധിയുള്ള ആളുകളാണ്. ഇത്രയും 40 വർഷം നീണ്ടു നിന്ന ഒരു എന്താ പറയാ ഒരു ദുഷ്പ്രവൃത്തി നമ്മളൊരു ഇൻസ്റ്റന്റ് ആയിട്ട് അങ്ങോട്ട് തീർക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിയുള്ള ആളുകളല്ലേ, ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. അതിന് ടൈം എടുക്കും, മാസങ്ങൾ എടുക്കും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വിനോദ്.